ആധാർ കാർഡുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. ഈ ആധാർ കാർഡിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഏത് ആവശ്യങ്ങൾക്കും ഏത് സർക്കാർ സഹായങ്ങൾക്കും ഇനി ആധാർ കാർഡില്ലാതെ നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് മാത്രം പോരാ, വിവിധ പദ്ധതികളിലേക്ക് ഇനി ഇലക്ട്രോണിക് KYC എന്ന രീതിയിൽ ഒരു മസ്റ്ററിങ് കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോൾ വിരൽ പതിച്ചുള്ള ഒരു മസ്റ്ററിങ് ആയിരിക്കാം, അതല്ല എങ്കിൽ നമ്മൾ OTP അധിഷ്ഠിതമായിട്ടുള്ള ഒരു വേരിഫിക്കേഷൻ ആയിരിക്കാം ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അർഹതയുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അർഹതയുള്ള വ്യക്തിയാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അഴിമതിരഹിത ക്രമീകരണം രാജ്യത്ത് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ കാർഡിൽ ചെറിയ പിശകുകളുണ്ട് എങ്കിൽ പോലും അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോളർഷിപ്പുകൾ നിരസിക്കപ്പെട്ടേക്കാം. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർവീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഇനി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ, അവരുടെ റേഷൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സബ്സിഡി സ്കീമുകൾ, ധനസഹായ പദ്ധതികൾ, ഇവയെല്ലാം തന്നെ മുടങ്ങിപ്പോയേക്കാം. ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ആധാറിലെ പിശക് കൊണ്ടാണ് ആനുകൂല്യം മുടങ്ങിയതെന്ന് എന്ന് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ പ്രത്യേകം ആധാർ കാർഡുകൾ തിരുത്തുന്നതിന് വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. സൗജന്യമായിട്ട് ആധാർ അപ്ഡേഷൻ ചെയ്യാനുള്ള തീയതി ഈ ഡിസംബർ 14 അവസാനിക്കുകയാണ്. പിന്നീടും ആധാർ അപ്ഡേഷൻ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായിട്ട് വേണം പിന്നീട് നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ. എടുത്തിട്ട 10 വർഷമൊക്കെയായ ആധാർ കാർഡുകൾ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നില്ല എങ്കിലും അത് പൂർണ്ണമായിട്ട് നമ്മൾ ഒന്ന് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. മേൽവിലാസ രേഖയും അതോടൊപ്പം തന്നെ ഒരു ഐഡന്റിറ്റി പ്രൂഫും കൃത്യമായിട്ട് ഹാജരാക്കിയാണ് ഇത് ചെയ്യേണ്ടത്. പേരിലെ ചെറിയ തെറ്റുകൾ പോലും ഇനി നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് കാരണമാകുമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇനി ഗസ്റ്റ് വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടി വരും. കർശനമായിട്ട് കടുത്ത നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. അതുമാത്രമല്ല, ഈ പേരൊക്കെ തിരുത്തണമെങ്കിൽ പോലും അത് നിശ്ചിത തവണകൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുക കൂടി ചെയ്യുന്നത്. നമ്മുടെ ജനനതീയതി തിരുത്തണമെങ്കിൽ പോലും അത് കൃത്യമായിട്ട് തിരുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് അല്ല എങ്കിൽ മൊബൈൽ നമ്പർ മാറ്റി നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിലുള്ള സംവിധാനമുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ട്രോണിക് KYC പോലുള്ള വിവിധ കാര്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത OTP ഉണ്ടാകും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് OTP എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ കൃത്യമായിരിക്കുന്നതിനും ആ നമ്പർ ആക്റ്റീവായിരിക്കുന്നതിനും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മേൽവിലാസവും പ്രധാന കാര്യം തന്നെയാണ്. ആനുകൂല്യം കൃത്യമായിട്ട് ഗുണഭോക്താവിന് തന്നെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൃത്യമുള്ളതായിരിക്കണം. ഇനി ഇതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങൾ, ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അതിന് പ്രത്യേക സർവീസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സൗജന്യ പുതുക്കൽ ഡിസംബർ 14 അവസാനിക്കുകയാണ്. എല്ലാവരിലേക്കും അറിയിപ്പെത്തിക്കുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.